കഠിനാധ്വാനത്തിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച് മിനി ജോളിച്ചൻ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. സാമ്പത്തിക ബുദ്ധിമുട്ട് രൂക്ഷമായപ്പോഴാണ് വലിയ മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്ന് മിനി ജോളിച്ചൻ ആലോചിക്കുന്നത്. അങ്ങനെയാണ് മിനി ജോളിച്ചൻ ആട് വളർത്തൽ തുടങ്ങിയത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ കഴിയുന്നതാണ് ആട് വളർത്തൽ എന്നതും മിനിയെ ആട് വളർത്തൽ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ചു. 2003 മുതൽ 2025 വരെ 22 വർഷങ്ങൾ നീണ്ട ആട് വളർത്തൽ കാലം ഏറെ പഠിപ്പിച്ചു. കഠിനാധ്വാനം വിജയം നൽകി. കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പഞ്ചായത്തിലെ കോക്കടവിലെ നെല്ലുവേലിൽ മിനി ജോളിച്ചന്റെ വിജയവഴികൾ ഇങ്ങനെ. 22 വർഷങ്ങൾക്ക് മുൻപ് 1500 രൂപ കൊടുത്തു വാങ്ങിയ ഒരാടിൽ നിന്നുമാണ് 2025 ഒരു വർഷം 2000 ആടുകളെ വിൽപ്പന നടത്തുന്ന ഗുഡ് ഷെപ്പേർഡ് ഗോഡ് ഫാമിലേക്കുള്ള മിനി ജോളിച്ചന്റെ വളർച്ച. ഭർത്താവ് ജോളിച്ചനും മറ്റു ജോലികളെല്ലാം ഉപേക്ഷിച്ച് മിനിക്കൊപ്പം സഹായത്തിനെത്തിയതും ഏറെ സഹായകമായി. തുടങ്ങി ഇപ്പോൾ 20 വർഷമായി തുടങ്ങിയിട്ട്. 2003 മിനി ഒരാടുമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ 22 വർഷമായി ആടിന്റെ തന്നെ ആട് ഒരു ഉപജീവന മാർഗമായി തന്നെ നമ്മളത് കൊണ്ടുപോകുന്നു. അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ നമുക്കുണ്ടായ എല്ലാ പുരോഗതിയുടെയും അടിസ്ഥാനം ഈ ആടാണ്. ആടിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ ഈ വീട് വെച്ചതും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ചെറുപുഴ പ്രവർത്തിക്കുന്ന ഡേ കെയറും എല്ലാം ഈ ഒറ്റ ആടിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം ഒരു വർഷം 1500 ആടുകളെങ്കിലും ഇവിടുന്ന് സപ്ലൈ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിന്റെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് തിരികെ വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം ഒരു 10 ആൾക്കാരെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ആടുകളെ നോക്കി അവർ കളക്ട് ചെയ്ത് കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് ഒരു 100 ആട് 200 ആട് 500 ആടൊക്കെ ചോദിക്കുന്നവർക്ക് നമുക്ക് വേണ്ട എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ശൃംഖല എന്നുള്ള രീതിയിൽ നമ്മളിത് കളക്ട് ചെയ്യുന്നവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അതായത് കളക്ട് ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ഏകദേശം 10 പേര് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 പേരുടെ വീട്ടിൽ ഒരാളുടെ വീട്ടിൽ 6 പേര് വെച്ച് ഏകദേശം ഒരു 60 പേരെങ്കിലും ഈ ഞങ്ങളുടെ ഈ പ്രസ്ഥാനമായിട്ട് ഏകദേശം ജീവിച്ചു പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ ചെറിയ രീതിയിലും ചെലവ് കുറച്ചും ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത്. വലിയ മുതൽ മുടക്കിൽ കൂടുതൽ ആടുകളെ വാങ്ങി വലിയ ഫാമായി തുടങ്ങുന്നതിലും നല്ലത് 1-2 ആടുകളുമായി തുടങ്ങുന്നതാണ്. പച്ചപ്പുല്ലും നാടൻ തീറ്റകളും മാത്രം നൽകുന്നു. പച്ചപ്പുല്ലും ഇലകളുമാണ് പ്രധാനമായും ആടുകളുടെ തീറ്റ. രോഗങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കണം. ഇന്ന് വർഷം തോറും 2000 ആടുകളെ വിൽപ്പന നടത്തുന്നു. ആടുകളാണ് തങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും പിന്നിലെന്ന് ഇവർ പറയും. ആട് വളർത്തിയാണ് സ്ഥലം വാങ്ങിയതും പുതിയ വീട് വെച്ചതും കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്തുന്നതും. കൂടാതെ മിനിയുടെ ഗോഡ് ഫാമിനെ ആശ്രയിച്ച് 10ഓളം കുടുംബങ്ങളും നല്ല നിലയിൽ ജീവിക്കുന്നു. മികച്ച ആടുകളെ കണ്ടെത്തി ഫാമിലെത്തിക്കുന്നതും ഇവരാണ്. കൂടാതെ ചെറുപുഴയിൽ ഇവർ മഞ്ചാടി എന്ന പേരിൽ ഡേ കെയറും പ്ലേ സ്കൂളും നടത്തുന്നുണ്ട്. കൊച്ചുകുട്ടികളെ വരെ മഞ്ചാടിയിൽ ഏൽപ്പിച്ച് നിരവധി മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു. മഞ്ചാടി ഡേ കെയർ ശരിക്കും ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. അത്രയേറെ ശ്രദ്ധയോടും കരുതലോടുമാണ് ഇവർ കുട്ടികളെ നോക്കുന്നത്. ഞങ്ങൾ ഡേ കെയർ ചെയ്യുന്നതിൽ ഏകദേശം 40 കുട്ടികൾ വരുന്നുണ്ട്. 20 കുട്ടികൾ വരുന്നുണ്ട്. അതിൽ 40 പേരൻസ് ഉണ്ടാവും. ആ 40 പേരിൽ 1-2 പേര് ഒഴിച്ചു ബാക്കി എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഇത്രയും പേരെ നമുക്ക് ജോലിക്ക് വിടാൻ കഴിയുന്നുണ്ട്. അവർക്കൊരു തൊഴിൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്. വേറെ ഞങ്ങൾക്ക് സ്റ്റാഫായിട്ടൊരു 3 പേർക്ക് അവിടെ പ്രത്യേകിച്ച് ജോലിയും കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം ഈ 1500 രൂപ മുതൽ മുടക്കി ഒരാട് തുടങ്ങി അതിൽ നിന്ന് വിജയിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ്.
മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.